ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലമാമ താലി എടുത്തു തരാം, ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട, കാരണം ഇവളുടെ അനുജത്തി അവളെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവൾക്ക് താലി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയം കുഞ്ഞുമോളാണെങ്കിലോ മാഷിൻ്റെ കാലിൽ വന്ന് വീണ് കരയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ മോളെയും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മാഷ് പറയണേ, ഞങ്ങൾ നിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നിൻ്റെ മകൾക്ക് വേണ്ടിയാണ്, അത് എൻ്റെ ചാരുമോളുടെ അനിയത്തിയും കൂടിയാണ്, ഇവളുമായുള്ള ബന്ധം അത്രയാണ്. ചാരുമോൾക്ക് ദ്രോഹം മാത്രമേ നിൻ്റെ ഭർത്താവ് ശാന്തപ്പം ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അവൻ മരിച്ചാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവളുടെ അനിയത്തി അവൾ കല്ലുമോൾക്ക് ഒരു ആപത്തും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് താലിയുടെ ആ ഒരു കാര്യം നടക്കട്ടെ എന്ന് പറയും കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ ഈ പ്രവൃത്തികളൊന്നും ഒട്ടും തന്നെ ഹേമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഹേമ പറയണേ, എന്താടാ ഈ കാണിക്കുന്നത്, ഷേയെ കാണിക്കുന്നത്, അമ്മേ പലതും കണ്ടില്ലെന്ന് നടിക്കേ, ഇപ്പോൾ വിവാഹം നടക്കുന്നത് നമ്മുടെ ആവശ്യമല്ലേ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ, അങ്ങേര് എന്തായാലും താലി എടുത്തരാൻ തയ്യാറില്ലെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങേരെ കൊണ്ട് താലി എടുപ്പിക്കട്ടെ, എൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ വിവാഹം മുടക്കാനല്ലേ നടക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കതിർമണ്ഡപം നന്നായി കൊട്ടുകുരവയൊക്കെ തുടങ്ങി ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി ആശീർവാദ പൂക്കൾ എല്ലാവരുടെയും കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എല്ലാവരും അത് ആ തട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നാൽ ബാലമാമയും ഗോവിന്ദമാമയും അതുപോലെ തന്നെ ചാരുവും ആകാശവും മാത്രം അത് എടുക്കില്ല കേട്ടോ. അങ്ങനെ ഈ പറയുന്ന തൻ്റെ അനിയത്തിയും അത് എടുക്കുന്നില്ല, അമൃതയും എടുക്കുന്നില്ല കേട്ടോ. ബാക്കി എല്ലാവരും എടുക്കുകയാണ്. ഇതേ സമയം ഷേയാണെങ്കിലും കൊണ്ടും തുറിച്ച് ഒരു യക്ഷി നോക്കുന്നത് പോലെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. ഇതേ സമയം കുഞ്ഞുമോൾക്കും പറയാൻ വാക്കുകളില്ല, അത്രയും പക ഷേയോടായിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ദേഷ്യമാണ് കുഞ്ഞുമോൾക്ക് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും നേരം ഏതിനും ഒപ്പം നിന്നിട്ട് തൻ്റെ ഭർത്താവിനെയും മകളെയാണല്ലോ അപ്പോൾ കുരുതിക്ക് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടും കുഞ്ഞുമോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കൊട്ടും കുരവിയൊക്കെ അങ്ങ് തുടങ്ങുകയാണ്. ഇതേ സമയം താലിയുടെ ആ ഒരു മുഹൂർത്തമായി തുടങ്ങുകയാണ്. അപ്പോഴേക്കും താലി ബാലമാമയോട് എടുത്തു കൊടുക്കാൻ തേങ്ങയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ താലി എടുക്കുമെന്ന് പറയണം. അപ്പോൾ ഷേങ്ങനെ നോക്കണം. അപ്പോൾ ബാലമാമ ആ താലി എടുക്കുമ്പോൾ ഒരു തരം ദേഷ്യത്തോടു കൂടി ഷേങ്ങനെ നോക്കണം. അപ്പോഴേക്കും ആകാശിൻ്റെ കയ്യിൽ അത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ആകാശിന് പറയാൻ വാക്കുകളില്ല, അത്രയും ആകാശിൻ്റെ അല്ല കേട്ടോ, അരവിന്ദൻ്റെ കയ്യിൽ അത് കൊടുക്കുന്നുണ്ട്. പറയാൻ വാക്കുകളില്ല. അരവിന്ദന് അത്രയും സന്തോഷമാവുകയാണ്. അരവിന്ദനാണെങ്കിൽ സന്തോഷത്തോടു കൂടി ആ താലി ഏറ്റുവാങ്ങുകയാണ്. പിന്നീട് അങ്ങ് ഷേയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് കേട്ടോ. ഷേ ആണെങ്കിൽ കഴുത്തിൽ താലി കെട്ടുമ്പോൾ തൻ്റെ പകയും വൈരാഗ്യവും എല്ലാം ഒന്നിച്ച് നിറവേറുന്ന ആ ഒരു സന്തോഷം ഷേയ്ക്ക് പറയാനില്ല. അത്രയും വലിയ സന്തോഷമാണ് ഷേയ്ക്ക് ഉണ്ടാവുന്നത്. എന്നാൽ ഈ സമയം ഹേമയും അതുപോലെ തന്നെ മറ്റുള്ളവർ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഈ ആശീർവാദ പൂക്കൾ എല്ലാവരും ഇട്ട് കൊടുക്കുമ്പോൾ ബാലമാമ ഒരൊറ്റ എറിഞ്ഞ് ഇപ്പുറത്തോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഷേയ്ക്ക് കൂടുതൽ വൈരാഗ്യമാവുകയാണ്. അപ്പോഴേക്കും അരവിന്ദ് ചോദിക്കുകയാണ്, എല്ലാം കൊണ്ടും തൃപ്തിയായില്ലേ മേഡം എന്ന് ചോദിക്കുമ്പോൾ, ഓ എനിക്ക് സന്തോഷമായി എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ബാലമാമി ഇറങ്ങി എന്ന് കാണുമ്പോൾ ആകാശും കുഞ്ഞുമോളും അതുപോലെ തന്നെ അമൃതയും അനുവും എല്ലാവരും ഇവരുടെ കൂടെ പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ബാലമാമയും ഗോവിന്ദനും ഒരു ബൈക്കുമ്മ പോകുന്നു. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ആകാശ് വേറൊരു ബൈക്കും അങ്ങനെ പോവാണ്. അതിന് പിറകെ ആയിട്ട് അമൃത അതുപോലെ തന്നെ കുഞ്ഞുമോള് ഈ പറയുന്ന ചാരു ഒക്കെ പാടെ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവരെങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാരു പറയാണ്, നിങ്ങൾക്കിത് തന്നെ വേണം, നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയല്ലേ കിട്ടിയത്, സ്വന്തം മകളെ തകർക്കാൻ വേണ്ടിയല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തത്, ഒരു ദത്തുപുത്രി എന്ന് പറഞ്ഞിട്ട് അവളെ ദത്തെടുത്തിരിക്കുകയാണ്, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ നിശ്ചയില്ലാത്ത അയാൾക്ക് എങ്ങനെ ദത്തുപുത്രിയെ സ്നേഹിക്കാൻ കഴിയുക, എന്തായാലും അയാൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയില്ല, മരണം മുന്നിൽ അയാൾ ഇപ്പോൾ കണ്ടില്ല, എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരിക്കലും ഞാൻ അയാൾക്ക് വേണ്ടി ഈ ഒരു ത്യാഗം ഞാൻ ചെയ്യില്ലായിരുന്നു, അയാൾ മരിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമായിരുന്നു, കാരണം അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ മരണം തന്നെയാണ്, മരണത്തിലൂടെയാണ് അയാളുടെ സ്വഭാവം മാറ്റാൻ പറ്റത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അയാൾ മരിക്കണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുഞ്ഞുമോൾ ഇങ്ങനെയൊന്നും പറയില്ല, എൻ്റെ കെട്ടുതാലി തന്നെ അവൾ അറക്കാൻ നോക്കി, എൻ്റെ കെട്ടുതാലി എൻ്റെ കുഞ്ഞിനെയും വെച്ചാണ് അവൾ കളിച്ചത്, ഇനി ഒരിക്കലും അവളോടുള്ള പക എനിക്ക് വീടില്ല, അവളെ എവിടെ വെച്ചാലും ഒരു അവസരം കിട്ടിയാൽ ഞാനായിരിക്കും അവൾക്ക് പക, എൻ്റെ ദേഷ്യമൊക്കെ ഞാനായിരിക്കും അവൾക്ക് തിരിച്ചടിക്കുന്നത് എന്നിങ്ങനെ കുഞ്ഞുമോൾ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിങ്ങൾ സ്വന്തം മകളെ സ്നേഹിക്കാതെ അവളെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ കിട്ടിയില്ലേ, എന്തായാലും അത് തന്നെയാണ് ഷേയ എന്ന് പറയുന്നത് ഒരു കാളകൂട വിഷയമാണ്, ഒരു ഒറിജിനൽ മനസ്സിൻ്റെ ഒരു ഉടമയൊന്നുമല്ല ഷേയ, അവൾക്ക് അവളുടെ പ്രതികാരം ഇപ്പോൾ അരവിന്ദനും ഹേമയും അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയും ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ, അവളുടെ പ്രതികാരം അത് തീർക്കാൻ മാത്രമാണ് അവൾ ഈ പറയുന്ന ആര്യം പറയലോട്ട് അവൾ വലതുകാല് ചവിട്ടി എന്തായാലും കയറില്ല, അത് ഉറപ്പാണ്, എനിക്ക് അതിന് കയറി വരുന്നത് എന്നൊക്കെ ചാരു പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കുഞ്ഞുമോൾക്ക് പറയാനില്ല, കുഞ്ഞുമോൾക്ക്
അത്രയും ദേഷ്യത്തോടു കൂടിയാണ് കുഞ്ഞുമോൾ നിൽക്കുന്നത്. കുഞ്ഞുമോൾ പറയാണ്, ചാരു നീ എന്നോട് ക്ഷമിക്കണേ, തെറ്റാർക്കും പറ്റില്ല. നിങ്ങൾക്ക് തെറ്റ് ഒന്നോ രണ്ടോ തവണയെന്നല്ല, പണത്തിൻ്റെ പിറകെ പോകുന്ന ടീമുകളല്ലേ നിങ്ങൾ. അപ്പോൾ ഇന്ന് നാളെ അല്ലെങ്കിൽ ഷെയർ വീണ്ടും പണം എറിഞ്ഞ് തന്നാൽ നിങ്ങൾ ഇനിയും പോവും. കിട്ടേണ്ടത് കിട്ടുമ്പോഴേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. എൻ്റെ കല്ലുമോളെ വിചാരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു. അങ്ങനെയെങ്കിലും നിങ്ങളൊരു പാഠം പഠിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കുഞ്ഞുമോൾക്ക് വാക്കുകളില്ല. അപ്പോൾ ഈ സമയം അമൃത പറയണേ, എന്തായാലും ഇനിയിപ്പോൾ കല്ലുമോളുടെ ജീവിതം ഇത്ര വലിയ സേഫ് ഒന്നല്ല. ഇവരാണ് കല്ലുമോളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കുന്നിടത്തോളം എൻ്റെ ചാരു നിനക്ക് ഇങ്ങനെയൊക്കെ ഉപദ്രവം ഉണ്ടായെങ്കിൽ പിന്നെ കല്ലുമോളുടെ സ്ഥിതി പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇപ്പുറത്ത് കുഞ്ഞുമോൾക്ക് ഒന്നും പറയാനില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ബാലമാമയും അതുപോലെ ഗോവിന്ദമാമയും ഇങ്ങനെ ബൈക്കുമ്പോൾ പോകുമ്പോൾ ബാലമാമ പറയാണ്, നീ ഒന്ന് നിർത്തിക്ക ഗോവിന്ദ. എന്താ ബാല? അത് ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ എന്തായാലും ശാന്തപ്പനെ രക്ഷിക്കാനും കല്ലുവിനെ രക്ഷിക്കാനും പോയേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്തായാലും ആകാശും ചാരുവും നല്ല ഭംഗിയായി തന്നെ അവർ ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? അവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇത്രയും വൃത്തികെട്ട സ്വഭാവം ചെയ്തിട്ട് വിവാഹം നടത്തിയല്ലോ, എന്നെക്കൊണ്ട് തന്നെ അവൾ താലി ഒടിപ്പിച്ചല്ലേ ഈ ശ്രേയ എന്ന് പറയുന്നവൾ. അവളെൻ്റെ കുടുംബത്ത് വലതുകാലം വെച്ച് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടി എനിക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്ത് തിരിച്ചടി? അതെ, തിരിച്ചടി കൊടുക്കാൻ എനിക്ക് കഴിയും. കാരണം എന്നെ തട്ടിക്കൊണ്ട് മണ്ഡപത്തിൽ കെട്ടിപ്പൊട്ടി വെച്ചതും ഇതുപോലെ ശാന്തപ്പനെയും അതുപോലെ കല്ലുമോളെയും തട്ടിക്കൊണ്ടുപോയതും അതിനൊക്കെ അവൾക്കെതിരെ ഒരു കേസ് അങ്ങ് കൊടുക്കുക. അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമെന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന ബാലനോട് ഗോവിന്ദൻ ചോദിക്കുകയാണ്, അത് വേണോ? തീർച്ചയായും അത് വേണം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, നീ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിക്കുകയെന്ന് പറഞ്ഞ് ബാലമാമ പോവുകയാണ് കേട്ടോ. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഇവരാണെങ്കിലും ആ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്, കായൽവക്കിൽ എത്തിയിരിക്കുകയാണ്. അവിടെയൊക്കെ മൊത്തം നോക്കുന്നു, തൻ്റെ അനിയത്തിയെ കാണാനില്ല, തൻ്റെ അച്ഛനെയും കാണാനില്ല. മൊത്തത്തിൽ തിരയാണ്. കുഞ്ഞുമോൾ കരയുകയാണ്, അയ്യോ എൻ്റെ കെട്ടുതാലി ഇറക്കാനാണല്ലോ അവൾ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോള് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലറി വിളിച്ച് കരയുമ്പോൾ ആ കായൽ മൊത്തം അവിടെയൊന്നും കാണുന്നില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് കുറേ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സൈഡിലോട്ട് ആകാശ് പോകുമ്പോൾ അവിടെ കാണാം ശാന്തപ്പൻ കുടിച്ച് ലെക്ക് കെട്ട് ഇങ്ങനെ ചെറിയ പാട്ടൊക്കെ പാടി ഇങ്ങനെ മുകളിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ ചാരു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എല്ലാവരും ഓടി എത്തുമ്പോൾ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഒരു സൈഡിൽ തന്നെ കല്ലുമോളെയും കെട്ടിക്കുട്ടി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കാണുന്നതിനോട് കൂടി, മോളെ കല്ലുമോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല മോളെ, നീ വല്ലാതെ പേടിച്ചോ? എപ്പോഴാണ് നിന്നെ അത് ആ ഗുണ്ടകൾ ആ ഒരു തല്ലുണ്ടാവുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ തിരക്കി നടക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്നെ കെട്ടിക്കൂട്ടി കൊണ്ടുപോയതാണ് എന്നുള്ള സത്യങ്ങളൊക്കെ കല്ലുമോൾ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ഇതേ സമയം കുഞ്ഞുമോൾ ഓടി വന്നിട്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞുമോളോട് പറയാണ്, എൻ്റെ പൊന്നു ചേച്ചി, ഈ അമ്മ അതുപോലെ തന്നെ ആ കിടക്കുന്ന ലക്ക് കെട്ട് കിടക്കുന്ന എൻ്റെ അച്ഛനുണ്ടല്ലോ, ഇവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പേടിയാണ്. ഇന്നിപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഇത്ര ഉപദ്രവം ചെയ്തെങ്കിൽ ഇവർക്ക് ഇവരുടെ കാര്യം നേടാൻ ഇവർ നാളെ എന്നെ എന്ത് ചെയ്യാനും മടിക്കത്തില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇവരുടെ കൂടെ ജീവിക്കാൻ എൻ്റെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ നീ ഇങ്ങനെയൊന്നും പറയാതെ. അപ്പോഴേക്കും ഉടൻ തന്നെ ആകാശ് ശാന്തപ്പനെ വിളിക്കാണ്, ഹലോ അങ്കിൾ എണീക്ക് എന്ന് പറയുമ്പോൾ, പോടാ, ഞാൻ ഇന്ന് നല്ല സന്തോഷവാനാണ്. കാരണം എന്താണെന്നറിയോ, എനിക്കിന്ന് സന്തോഷമുണ്ടാവുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കേട്ടോടെ തന്നെ എന്ത് സന്തോഷം എന്ന് ചോദിച്ചോടെ തന്നെ പറയണേ, അതെ എൻ്റെ ദത്തുപുത്രി എനിക്ക് മനസ്സറിഞ്ഞ് കള്ളും മറ്റുള്ളതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ എന്തുപോലെ നന്നായി വളർത്തി, എന്നിട്ട് എന്താ കാര്യം? അവരെനിക്ക് ശത്രുവാണ്. എന്നാൽ എൻ്റെ ദത്തുപുത്രി അവൾ എത്ര നല്ല പുത്രിയാണ്. അവൾ എന്നെ കണ്ടറിഞ്ഞ് സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നു. അത് കേൾക്കുന്ന കുഞ്ഞുമോളെ, നിങ്ങൾ മിണ്ടാതിരുന്നു. ആ ദത്തുപുത്രിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കൊന്നിരുന്നു. ഈ നിൽക്കുന്ന ചാരുമോൾ നിങ്ങളെ രക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മരണം മുന്നിൽ കാണാതിരുന്നത്. എന്നാൽ നിങ്ങൾ മരണം മുന്നിൽ കണ്ടിരുന്നു ആ ദത്തുപുത്രി കാരണം. നിങ്ങൾ ഇന്നിപ്പം മണ്ണിനടിയിലായിരുന്നു എന്നുള്ള ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ നീ എന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും പറയണേ, എൻ്റെ ദത്തുപുത്രിയെ എനിക്ക് കിട്ടിയതിൽ എൻ്റെ ഭാഗ്യമാണ്, അതെൻ്റെ സൗഭാഗ്യമാണ് എന്നൊക്കെ ലെക്ക് കെട്ട് ശാന്തപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം കല്ലുമോൾക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ദേഷ്യം കല്ലുമോൾക്കുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കാണിക്കുന്നത് ഇപ്പുറത്തെ ബാലമാമയും അതുപോലെ തന്നെ
ഓവിന്ന മാമയാണ് കേട്ടോ. അവരുടെ വക്കീലിനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. നമുക്ക് എൻ്റെ മകൻ അരവിന്ദൻ കെട്ടുന്ന പെണ്ണ് അതെൻ്റെ കുടുംബം തകർക്കാൻ വരുന്ന ഒരു വലിയൊരു വിഷജന്മമാണ്. ആ സർപ്പത്തെ എനിക്ക് ഇനി കൊത്തി ഓടിക്കണം, ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാവരെയും തകർക്കും അവൾ. അപ്പോൾ അവളുടെ നേർക്കൊരു കേസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, ഏറ്റവും കൂടുതൽ കേസ് കൊടുത്താൽ ഏൽക്കുന്നത് അതായത് അവളുടെ അച്ഛനെ അനിയത്തിയാണല്ലോ കാണാതായിരിക്കുന്നത് ചാരുവിൻ്റെ, അവൾ തന്നെ കേസ് തരട്ടെ. അപ്പോൾ അതിന് ഇപ്പം തന്നെ ആ കതിർമണ്ഡപത്തിൽ തന്നെ വെച്ച് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ ഒരു വകുപ്പ് അതിലുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുന്നത് കേട്ടോ.